السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وعترته وعياله وذرياته ومن كل صحابة أجمعين. ഏറ്റവും പ്രിയപ്പെട്ട മജ്ലിസുൽ ഹുസ്നയിലെ മുഹിബ്ബീങ്ങളെ, ഇന്ന് നമുക്ക് ഏതാനും തഹ്ലീലുകളും സ്വലാത്തും ചൊല്ലി നമുക്ക് നമ്മുടെ നീർന്നു പുകയുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. جددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد
يا ربي صل عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അവന്റെ വിശുദ്ധമായ തൗഹീദിന്റെ വചനമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് എന്ന തൗഹീദിന്റെ വചനം കലിമ നമ്മൾ അള്ളാഹിന്റെ പരിശുദ്ധനായ അള്ളാഹിന്റെ കുദറത്തുകളെ, അള്ളാഹിന്റെ സൃഷ്ടി വൈഭവത്തെ, അവന്റെ കുദറത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഒരു വട്ടം ചൊല്ലിയാൽ ആയിരക്കണക്കിന് മാസങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അള്ളാഹിന്റെ വിശുദ്ധമാകുന്ന തൗഹീദിന്റെ വചനമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന സമയത്ത് അള്ളാഹിന്റെ സൃഷ്ടി വൈഭവങ്ങളെ സംബന്ധിച്ച്, ആകാശഭൂമിയിൽ അവന്റെ സൃഷ്ടിപ്പ് നടന്നതിന്റെ രഹസ്യങ്ങൾ, അള്ളാഹിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ചൊല്ലിയാൽ മഹാന്മാര് പറയുന്നു, ആയിരക്കണക്കിന് വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാ. ആ നിലക്ക് മനസ്സിന്റെ ഹുളൂരിയത്ത്, മനസ്സിൽ സാന്നിധ്യം, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ സാന്നിധ്യം, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ മനസ്സിലാക്കി ചൊല്ലാനുള്ള ഹുളൂരിയത്ത് നമ്മളെ ഖൽബിന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ اللهم صل على سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله يا سيدا يا مالك الملوك يا ذو القوة المتين يا الله ഞങ്ങൾ ചൊല്ലിയതായ തഹ്ലീലും സ്വലാത്തും ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാവാൻ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ രോഗമുള്ളവരും നീ ശുഭ നൽകണേ അല്ലാഹ്. മഹൂഫത്തായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. രാജ്യത്തിന്റെ നാനാഭാഗത്ത് വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. എല്ലാ അഹിലുൽ ഹഖിനെയും നീ വിജയിപ്പിക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ വിവിധങ്ങളായ പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഖബൂലിയത്തുള്ള മക്കളാക്കണേ അല്ലാ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾക്കിനി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഇടം നൽകണേ അല്ലാ. നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട്
ഹബീബായ നബിയുടെ ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ഞങ്ങൾ ചോദിക്കാതെ തന്നെ ചെയ്തു തരണം. അതാ ഞങ്ങളെ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പരിശുദ്ധമായ ലിഖാ കാണിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.